ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ പാലക്കാട് നഗരസഭ നിർമ്മിക്കാനൊരുങ്ങിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ വീട്ടിലേക്ക് BJP മാർച്ച് നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. വീട്ടിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നു. മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് നഗരസഭ ദിവ്യാംഗരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. ആ തറക്കല്ലിടൽ ചടങ്ങ് ഈ യൂത്ത് കോൺഗ്രസ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസുകാരും എത്തി അതിന്റെ പരിപാടിയെ അലങ്കോലപ്പെടുത്തുകയും ഈ ദിവ്യാംഗരായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മുൻപിൽ വെച്ച് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിന്റെ പേര് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പരിപാടിയെ മുഴുവൻ അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു MLA തന്നെ ദിവ്യാംഗരായ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്കൊക്കെ ഏറെ ആശ്വാസമാവുമായിരുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി ഒരു MLAയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി എന്നാരോപിച്ചുകൊണ്ടാണ് ആ MLA ദിവ്യാംഗരായ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മണപ്പള്ളിക്കാവിന് സമീപത്തെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. ആ മാർച്ചിനെ ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ഓഫീസിന് ഏതാനും മീറ്ററുകൾക്ക് മുൻപിൽ തടഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടെ BJP പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി ഉൾപ്പെടെ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന BJP നേതാവായ MT രമേശ് അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഇത്രയും ദിവ്യാംഗരായ വിദ്യാർത്ഥികൾക്ക് വളരെയേറെ ഗുണം ചെയ്യുമായിരുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയെ കേവലം ഒരു പേരിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലങ്കോലപ്പെടുത്തുകയും മാത്രമല്ല ആ ദിവ്യാംഗരായ വിദ്യാർത്ഥികൾക്ക്, ആ കുട്ടികൾക്ക് മുൻപിൽ വെച്ച് അവരെ മാനസികമായിട്ട് പോലും വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലാണ് വലിയ അതിക്രമങ്ങളും മറ്റുമൊക്കെ അവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാവുന്ന ഒരു നടപടിയല്ല. എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് മുൻപിൽ വെച്ച് ഒരു സ്റ്റേജിന് മുകളിലേക്ക് അതിക്രമിച്ച് കയറുകയും മൈക്ക് പിടിച്ച് വാങ്ങുകയും മറ്റുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് BJP പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഏതായാലും BJP ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസിന്റെ ജില്ലാ ഓഫീസിലേക്ക്, DCC ഓഫീസിലേക്ക് അന്ന് വൈകുന്നേരം തന്നെ, അതായത് ഈ സംഭവങ്ങൾ നടന്ന ദിവസം വൈകിട്ട് തന്നെ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന്റെ തുടർ സമരം എന്ന തരത്തിലാണ് ഇപ്പോൾ MLA ഓഫീസിലേക്ക് കൂടി മാർച്ച് നടത്തിയിരിക്കുന്നത്. എന്തായാലും മാർച്ച് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ചിനെ തടഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു BJP പ്രവർത്തകരുടെ ഒരുപാട് പ്രവർത്തകരെ നമുക്ക് ഈ മാർച്ചിൽ കാണാനും കഴിയുന്നു എന്നുള്ളതാണ്. അവരൊക്കെ ഒരേപോലെ പറയുന്നത് ഈ പോലീസ്, ഈ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ അതിക്രമം അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ ആവില്ല എന്നുള്ളത് തന്നെയാണ് അവരൊക്കെ പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ പരിപാടി, ഈ ഒരു പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിന്റെയൊക്കെ ഇരട്ടത്താപ്പം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് BJP തുറന്നു കാണിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ഈ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിന്റെ പേര്, ആ പേര്
EMS തന്നെ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നതും 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതായി പറയുന്നതുമായി ബന്ധപ്പെട്ട EMSന്റെ പുസ്തകത്തിന്റെ പേജുകൾ തന്നെ BJP പുറത്തുവിട്ടുകൊണ്ട് ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതുകൂടാതെ തന്നെ പ്രണബ് മുഖർജി RSSന്റെ നാഗ്പൂരിലെ കാര്യാലയം സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ ഭാരതത്തിന്റെ മഹത്തായ പുത്രൻ എന്ന് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിനെ വിശേഷിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ BJP കൃത്യമായിട്ട് തന്നെ പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിച്ചിരുന്നു. അത്തരത്തിൽ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിനെ കോൺഗ്രസും അതുപോലെ തന്നെ EMSനെ പോലുള്ള CPMന്റെ ആചാര്യമാരും ഒക്കെ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന്റെ പേര് അത് ഈ ഒരു പദ്ധതിക്ക് നൽകുമ്പോൾ അതിനെ ചെറുക്കുന്നത് കേവലം ഈ പദ്ധതിയുടെ പേരിലല്ല, അതിലുപരി ഈ പദ്ധതി വരരുത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം എന്നുള്ളതാണ് BJP പറയുന്നത്. കാരണം അന്ന് ഈ സമരങ്ങളും കോലാഹലങ്ങളും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്കാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ദിവ്യാംഗനമാർക്കായി നിർമ്മിക്കുന്ന ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ നിർമ്മിക്കുന്ന പ്രത്യേക മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങ് അത് തടസ്സപ്പെടുത്തിയ MLAയുടെ നടപടിക്കെതിരെയാണ് BJP പ്രവർത്തകർ അവിടെ മാർച്ച് നടത്തുന്നത്.